الحمد لله حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر الذنب وقابل التوب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الناس أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أهل الكتاب لا تغلوا في دينكم ولا تقولوا على الله إلا الحق إنما المسيح عيسى بن مريم رسول الله وكلمته ألقاها إلى مريم وروح منه فآمنوا بالله ورسله ولا تقولوا ثلاثة انتهوا خيرا لكم إنما الله إله واحد سبحانه أن يكون له ولد له ما في السماوات وما في الأرض وكفى بالله وكيلا ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും ശ്രദ്ധിക്കണമെന്നും സൂക്ഷിക്കണമെന്നും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയും അവരെയും പരലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് വിധേയനായ പ്രവാചകനാണ് ഈസ അലൈഹിസ്സലാം. പരിശുദ്ധ ഖുർആൻ ഈസ അലൈഹിസ്സലാമയുടെ ഉമ്മയെക്കുറിച്ച് ഒരു അധ്യായം തന്നെ പേരുകൊടുത്ത് പരാമർശിക്കുന്നത് 19-ാം അധ്യായം സൂറത്ത് മറിയം നമുക്ക് കാണാൻ കഴിയും. ഈസ അലൈഹിസ്സലാം വളരെ ചെറുപ്പത്തിൽ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചു എന്ന് ഖുർആൻ പറയുന്നത് സൂറത്ത് മറിയമിലാണ്. മറിയം ബീവിയെ, അവരുടെ വിശുദ്ധിയെ ആളുകൾ സംശയിച്ചപ്പോൾ, ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്ന സാഹചര്യം മറിയം ബീവിയുമായി ബന്ധപ്പെട്ടുണ്ടായപ്പോൾ, അള്ളാഹുവാണ് ഈസ അലൈഹിസ്സലാമയെ കൊണ്ട് സംസാരിപ്പിക്കുന്നതും മറിയം ബീവിയുടെ പരിശുദ്ധി അവിടെ വെളിപ്പെടുത്തുന്നത്. ചരിത്രം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്നാൽ ഈസ അലൈഹിസ്സലാമയുടെ അനുയായികൾ, ഈസ അലൈഹിസ്സലാമയിലൂടെ വളരെ കൃത്യമായി തൗഹീദ് അറിഞ്ഞ, തൗഹീദ് പഠിച്ച, തൗഹീദ് മനസ്സിലാക്കിയ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട, ആരാധിക്കാൻ അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ച ആളുകൾ, അവരുടെ തൊട്ടടുത്ത തലമുറകൾ പിന്നീട് ബഹുദൈവ വിശ്വാസത്തിലേക്ക് മാറിപ്പോകുന്ന, പരിവർത്തനം വരുന്ന, അപകടകരമായ രീതിയിൽ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടായി. അതിന്റെ ഒന്നാമത്തെ ലക്ഷണം ഈസ അലൈഹിസ്സലാമയെ കുറിച്ച് അതിരുവിട്ട് പുകഴ്ത്തി പറയുക എന്നതായിരുന്നു. പ്രവാചകന്മാർ, പരിശുദ്ധ ഖുർആൻ അവരുടെ മഹത്വങ്ങളൊക്കെ പറയും, പ്രവാചകന്മാരുടെ ശ്രേഷ്ഠതകളൊക്കെ പറയും. ഒരിക്കലും ഒരു പ്രവാചകനും ഒരു സാധാരണ മനുഷ്യനല്ല. ഒരു നബിയും സാധാരണ മനുഷ്യരെ പോലെയല്ല. നബിമാരെക്കുറിച്ച് സാധാരണ മനുഷ്യനാണ് എന്ന് വിശ്വസിക്കുന്നവർ അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പുറത്തുപോകും.
ഒരു പ്രവാചകൻ നമ്മളെയൊക്കെ പോലെ ഒരു സാധാരണ മനുഷ്യനാണ് എന്ന് കരുതിയാൽ അത് അയാളുടെ ദീനിനെ, അയാളുടെ വിശ്വാസത്തെ വളരെ ഗൗരവതരമായ രീതിയിൽ ബാധിക്കും. പ്രവാചകന്മാരിലുള്ള വിശ്വാസത്തിൽപ്പെട്ടതാണ് പ്രവാചകന്മാർ മഹത്വമുള്ളവരാണ്, പ്രവാചകന്മാർ ശ്രേഷ്ഠതയുള്ളവരാണ്, അവർ സാധാരണ മനുഷ്യരെ പോലുള്ളവരല്ല എന്നത് അടിസ്ഥാനപരമായി ഒരു മുസ്ലിമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. എന്നാൽ പ്രവാചകന്മാർക്ക് അള്ളാഹു നിശ്ചയിച്ച പദവിയുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് അവർ പുകഴ്ത്തപ്പെട്ടുകൂടാ. അതിന്റെ അപ്പുറത്തേക്ക് അവരെ വാഴ്ത്തിപ്പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തുമ്പോ പെൺകുട്ടികൾ പാട്ടുപാടി. ആ പാട്ടുപാടിയ പെൺകുട്ടികളെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദേഷ്യപ്പെട്ടുകൊണ്ട് ഉച്ചത്തിൽ സംസാരിച്ച്, പൈശാചികമായ പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്തോ എന്ന് ചോദിച്ച് മിസ്മാറു ശൈത്താൻ, പൈശാചികതയുടെ പ്രവർത്തനങ്ങൾ റസൂലുള്ളാഹിന്റെ അടുത്തോ എന്ന് ചോദിച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പെൺകുട്ടികൾക്ക് പാട്ടുപാടാൻ അനുവാദം കൊടുക്കുകയാണ്. പക്ഷെ ആ പാട്ടിലുള്ള വരി തിരുത്തണം. അങ്ങനെ പറഞ്ഞുകൂടാ, നിങ്ങൾ പറയുന്ന ആശയം തെറ്റാണ്, അങ്ങനെ പറഞ്ഞുകൂടാ എന്ന് പറഞ്ഞ് അവരുടെ പാട്ടിലെ ലൈന്, അതിന്റെ വരി അള്ളാഹുവിന്റെ പ്രവാചകൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. എന്താണ് പെൺകുട്ടികൾ പാടിയത്? വഫീനാ നബിയ്യുൻ യഅലമു മാ ഫീ ഗദി. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, ഞങ്ങൾക്കിതാ അള്ളാഹുവിന്റെ ദൂതൻ നിയോഗിതനായിരിക്കുന്നു, ഞങ്ങൾ അതിന്റെ സന്തോഷത്തിലാണ്. അദ്ദേഹം മദീനയിലേക്ക് കടന്നു വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് മഹത്വങ്ങളുണ്ട്. ആ മഹത്വങ്ങളിൽപ്പെട്ടതാണ് വഫീനാ നബിയ്യുൻ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പ്രവാചകൻ, യഅലമു മാ ഫീ ഗദി, നാളെ നടക്കാനുള്ളത് എന്താണ് എന്നറിയുന്ന ഒരു പ്രവാചകൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിന് വഹയുണ്ട്, അള്ളാഹുവിന്റെ റസൂലിന് വഹയുണ്ട്, ഗൈബ് അറിയില്ല, അദൃശ്യകാര്യങ്ങൾ അറിയില്ല, നാളത്തെ സംഗതികൾ അറിയില്ല. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ല. പാട്ടിൽ അങ്ങനത്തെ ഒരു പ്രയോഗം, അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ പാട്ടിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയത്. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ മറ്റൊരു സന്ദർഭത്തിൽ ലാ തത്റൂനി, നിങ്ങൾ ഒരിക്കലും എന്നെ പ്രശംസിക്കരുത്, പുകഴ്ത്തി പറയരുത്. ഈസാ അലൈഹി ഇസ്ലാമയുടെ അനുയായികൾ അദ്ദേഹത്തെ പുകഴ്ത്തിയതുപോലെ, റസൂലിന്റെ പ്രയോഗമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈസയുടെ അനുയായികൾ അലൈഹിസ്സലാം അദ്ദേഹത്തെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ ഒരിക്കലും എന്നെ പുകഴ്ത്തരുത്. എനിക്കുള്ളതല്ലാതെ, എന്റെ മഹത്വങ്ങളിൽ ഉള്ളതല്ലാതെ അതിൽ നിങ്ങൾ ചേർത്തു പറയരുത്, അതിൽ നിങ്ങൾ കൂട്ടിപ്പറയരുത്. ഒരു പ്രവാചകൻ പറയാണ്, മനുഷ്യരുടെ കൂട്ടത്തിൽ മഹാത്മാക്കൾ ഉണ്ടാകും. എങ്ങനെയാ മഹത്വം ഉണ്ടാകുക? ഏറ്റവും മഹത്വമുള്ളത് നബിമാർക്കാണ്. സിദ്ദീഖീങ്ങളും ശുഹദാക്കളും സ്വാലിഹീങ്ങളും വലിയകളും ഔലിയാക്കളും ഒക്കെ അതിന്റെ താഴെ വരിക. മഹാത്മാക്കളുടെ കൂട്ടത്തിൽ ഇസ്ലാമിക വിശ്വാസപ്രകാരം ഒന്നാമത്തെ മർത്തബയിൽ നബിയാണ് വരിക, പ്രവാചകന്മാര് ആണ് വരിക. ആ പ്രവാചകന്മാരിൽ ഉലുൽ അസ്മ് വളരെ ശ്രേഷ്ഠരായ പ്രവാചകന്മാരാണ്. 5 നബിമാർ, നൂഹ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാണ് ഉലുൽ അസ്മ് എന്നറിയപ്പെടുന്ന 25ഓളം പ്രവാചകന്മാരുടെ പേര് നമുക്കറിയുന്നതിൽ ശ്രേഷ്ഠതയുള്ള 5 പ്രവാചകന്മാർ. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ളത് പ്രവാചകന്മാർക്ക്. ആ പ്രവാചകന്മാരിൽ ഖുർആൻ എടുത്തു പേര് പറഞ്ഞത് 25 പേര്. 25ൽ 5 ആള് ഖുർആൻ പരിചയപ്പെടുത്തിയത് ഉലുൽ അസ്മ് എന്ന് പറഞ്ഞിട്ട്. അവരിലെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, നിങ്ങൾ എന്നെ അതിരുവിട്ട് പുകഴ്ത്തരുത്, അർഹതപ്പെടാത്തത് എന്റെ പേരിൽ പറയരുത്. എന്നെക്കുറിച്ച് ഞാൻ അറിയാത്ത, ഞാൻ എത്താത്ത ഓരോരോ പദവി എനിക്ക് തന്നുകൊണ്ട് നിങ്ങൾ എന്നെ പറ്റി സംസാരിക്കരുത്. ഇബ്രാഹിം മരണപ്പെട്ടു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആൺകുട്ടി. ഇബ്രാഹിം മരണപ്പെട്ടു, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആൺകുട്ടി. അന്ന് സൂര്യഗ്രഹണമുണ്ടായി. ആളുകൾ പറഞ്ഞു, നബിയുടെ മകനാ മരിച്ചത്, ഒരു പ്രവാചകന്റെ മകനാണ് മരിച്ചത്. പ്രകൃതി പോലും ദുഃഖിക്കുന്നു, സൂര്യൻ കെട്ടുപോയി,
പ്രകാശം അടഞ്ഞുപോയി, സൂര്യന് ഗ്രഹണമുണ്ടായി. ഇബ്രാഹീമിന്റെ മരണത്തിലുള്ള ദുഃഖമാണ് ആൾക്കാർ പറഞ്ഞു. അള്ളാന്റെ റസൂൽ മിമ്പർമ കയറി ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറയരുത്. സൂര്യചന്ദ്രന്മാരുടെ ഗ്രഹണം ഒരാളുടെ മരണം കൊണ്ടോ ജനനം കൊണ്ടോ ഒന്നും ഗ്രഹണം ഉണ്ടാവില്ല, നിങ്ങൾ അങ്ങനെ പറയരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ സ്ഖലിതങ്ങളെ നമ്മുടെ വിശ്വാസത്തിലോ നമ്മുടെ അഖീദയിലോ നമ്മുടെ ധാരണകളിലോ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയ ചെറിയ തെറ്റായ ധാരണകൾ പോലും വരാതിരിക്കാനുള്ള സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് റസൂല് എന്റെ മകൻ മരിച്ചതിന്റെ പേരിലല്ല സൂര്യഗ്രഹണം. നിങ്ങൾ അങ്ങനെ പറയരുത്. ഏത് നേതാവാണ് അതാ എന്റെ അക്കൗണ്ട് കിടന്നോട്ടെ എന്ന് വിചാരിക്കാതിരിക്കുക? ആരാണ് ഇത്രത്തോളം സത്യസന്ധത കാണിക്കുക? അള്ളാന്റെ റസൂലല്ലാതെ. സൂര്യഗ്രഹണം വന്നപ്പോ റസൂൽ പറഞ്ഞതല്ല, ആൾക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്. ഗ്രഹണമുണ്ടായത് നബിയുടെ മകൻ ഇബ്രാഹീമിന്റെ മരണത്തിലുള്ള പ്രകൃതിയുടെ വേദനയുടെ പ്രകടനമാണ് സൂര്യന്റെ ഗ്രഹണം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ ഇങ്ങനെ ചർച്ച ചെയ്തത്. റസൂൽ അത് മിമ്പറിൽ കയറി നിന്ന് ആളുകളെ തിരുത്തുക. നിങ്ങൾ അങ്ങനെ പറയരുത്. യാഹിലൽ കിതാബ്, ഖുർആൻ ഇവിടെ പറയണം, അഹ്ലുൽ കിതാബുകാരെ, വേദക്കാരെ ലാ തഅലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ മതത്തിന്റെ കാര്യത്തിൽ അതിരുവിടരുത്. ദീന് എന്ന് പറഞ്ഞാൽ നമുക്ക് തോന്നിയതൊക്കെ പറയാനുള്ളതല്ല, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ പറയാനുള്ളതല്ല, നമ്മുടെ ബുദ്ധിക്ക് തോന്നുന്നതൊക്കെ പറയാനുള്ളതല്ല ദീന്. ദീന് എന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹു വെച്ച അതിരും അള്ളാഹു വരച്ച ചില പരിധികളുണ്ട്. അള്ളാഹു വെച്ച അതിരും അള്ളാഹു വെച്ച വരച്ച പരിധിയും വിട്ടിട്ട് നമുക്കിഷ്ടമുള്ളതൊക്കെ, നമുക്ക് തോന്നുന്നതൊക്കെ, നമ്മുടെ ബുദ്ധിയിൽ ഉദിക്കുന്നതൊക്കെ, നമുക്ക് യുക്തമായി തോന്നുന്നതൊക്കെ, അങ്ങനെ ദീനിനെ പറ്റി പറയരുത്. ലാ തഅലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ അതിരുവിടരുത്. അള്ളാഹ് ആ പരിശുദ്ധ ഖുർആനിലൂടെ വേദക്കാരെ വിളിച്ചിട്ട് അള്ളാഹ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ പരിധി ലംഘിക്കരുത്. വലാ തഖൂലു അലല്ലാഹി ഇല്ലൽ ഹഖ്, അള്ളാഹിനെ കുറിച്ച് പറയുമ്പോ സത്യസന്ധമായിട്ടല്ലാതെ സംസാരിക്കരുത്. പടച്ചോൻ പറയാണ് മനുഷ്യന്മാരോട്, ആൾക്കാരോട് പറയാണ്, നിങ്ങൾ സ്വന്തം നബിനെ പുകഴ്ത്താൻ വേണ്ടി സംസാരിക്കുമ്പോ അള്ളാഹുവിന് അർഹതപ്പെട്ട രീതിയിലല്ലാതെ നിങ്ങൾ അള്ളാഹിനെ പറ്റി സംസാരിക്കരുത്. അള്ളാഹുവിന് അർഹതപ്പെട്ട രീതിയിലല്ലാതെ നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കരുത്. നമ്മൾ ജീവിക്കുന്ന നാട് ഒരു ദുരന്തം പിടിച്ച നാട്ടിലാണ്. അങ്ങനത്തെ അഖീദ പേർന്ന, വിശ്വാസം പേർന്ന ഒരു നാട്ടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. CM മടവൂർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ പറ്റി പറഞ്ഞിട്ട് ഒരാൾ പ്രസംഗിക്കുകയാണ്. മലയാളത്തില് നിങ്ങൾക്കത് കാണാൻ കഴിയും. കരഞ്ഞുകൊണ്ടല്ലാതെ, സങ്കടപ്പെട്ടുകൊണ്ടല്ലാതെ മലയാളത്തിലെ സൂഫി പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയില്ല. നിങ്ങൾ വീട്ടിൽ നിന്ന് കുപ്പായം മാറ്റി ഇറങ്ങുമ്പോ നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നിങ്ങൾ മടവൂര് പോകണം. എന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ യാസീൻ ഓതണം, ഫാത്തിഹ സൂറത്ത് ഓതണം. നിങ്ങൾക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും അത് നിങ്ങൾ അവിടെ CM മടവൂരോട് അവരോട് പറയണം. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും, നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും അവിടെ പോയി ഖബറിന്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവിടെ വെച്ച് പരിഹരിക്കപ്പെടും എന്ന് പറയുന്ന, അത് മലയാളത്തിൽ പറഞ്ഞു പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുടെ ഒരു നാട്ടിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. അള്ളാഹ് പറയാണ്, ലാ തഅലൂ ഫീ ദീനിക്കും, നിങ്ങൾ നിങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ അതിരുവിടരുത്. ക്രിസ്ത്യാനികളോട് പറഞ്ഞതാണ്, വേദക്കാരോട് പറഞ്ഞതാണ്. നിങ്ങൾ ഈസ അലൈഹിസ്സലാമയെ പറ്റി പറയുമ്പോ അള്ളാഹുവിനെ അവമതിക്കുന്ന രീതിയിൽ നിങ്ങൾ സംസാരിക്കരുത്. ഇന്നമൽ മസീഹു ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസ, ഖുർആൻ പറയാണ്, അല്ലാഹ് പറയാണ്, വേദക്കാരോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. മറിയമിന്റെ മകൻ ഈസ റസൂലുള്ളാഹ്, അള്ളാന്റെ ദൂതനാണ്. നിങ്ങൾ പറഞ്ഞോ, അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾക്ക് പറയാം ഈസയെ പറ്റിയിട്ട്. വകലിമതുഹു, അള്ളാഹുവിന്റെ വചനമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അൽഖാഹാ ഇലാ മറിയമ വറൂഹും മിൻഹു, മറിയമിലേക്ക് അള്ളാഹു നിക്ഷേപിച്ച അള്ളാഹുവിന്റെ ആത്മാവാണ് എന്ന് നിങ്ങൾക്ക് പറയാം. അത്രയും നിങ്ങൾക്ക് പറയാം. പക്ഷേ ഫആമിനു, എന്നിട്ട് ഖുർആൻ പറയണം, ഫആമിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അവന്റെ ദൂതന്മാരിലും നിങ്ങൾ വിശ്വസിക്കുക. വലാ തഖൂലു സലാസ, വലാ തഖൂലു സലാസ, ട്രിനിറ്റി, ത്രിയേകത്വം, നിങ്ങൾ അങ്ങനെ പറയരുത്. പരിശുദ്ധ ഖുർആൻ പറയാണ്, വേദക്കാരെ, വലാ തഖൂലു സലാസ, നിങ്ങൾ ഒരിക്കലും ട്രിനിറ്റി പറയരുത്.
ത്രിയേകത്വം പറയരുത്. പടച്ചോ എന്ന് പറഞ്ഞാൽ 3 ദൈവങ്ങളിൽ ഒരു ദൈവമാണ്, 3 ആളത്വങ്ങളിൽ ഒരാളാണ് സാക്ഷാൽ ദൈവം പടച്ചോൻ. അതിൽ ഒരാള് ഈസയാണ്, ഒരാള് സാക്ഷാൽ പടച്ചോനാണ്, ഒരാള് ഈസയുടെ ഉമ്മയാണ് എന്ന രൂപത്തില് 3 കൂടെ ഒരേ പവറുള്ള ദൈവങ്ങളാണ് എന്ന രീതിയിൽ ഈസാ അലൈഹി ഇസ്ലാമയെ കുറിച്ച് പറയുന്നത് പോലെ, മറിയമിനെ പറ്റി പറയുന്നത് പോലെ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ അസത്യം പറയരുത്. അവരിലേക്ക് ചേർത്തി അവരുടെ ഈസാ അലൈഹി ഇസ്ലാമയെ നിങ്ങൾ പടച്ചവന്റെ പരിധിയിലേക്ക് ഉയർത്തി നിങ്ങൾ സംസാരിക്കരുത്. ഇന്തഹു, ഖുർആൻ പറയാൻ ഇന്തഹു, നിങ്ങൾ കുറെ പറഞ്ഞു, ഇനി അവസാനിപ്പിച്ചോളൂ, അവസാനിപ്പിക്കൂ. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഖൈറൻ ലക്കും, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദുൻ, പടച്ചോ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും ദൈവം എന്ന് പറഞ്ഞാൽ, റബ്ബ് എന്ന് പറഞ്ഞാൽ ഇന്നമല്ലാഹു ഇലാഹുൻ വാഹിദുൻ, അല്ലാഹു ഏകനായ രക്ഷിതാവാണ്. സുബ്ഹാനഹു, സുബ്ഹാനഹു. നിങ്ങളിങ്ങനെ ഈ പറഞ്ഞുണ്ടാക്കുന്നതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അയ്യകൂന ലഹു വലദുൻ, ഒരു കുട്ടി ഉണ്ടാകുക എന്നൊക്കെ നിങ്ങൾ പറയുന്നത് അള്ളാഹുവിനെ യോജിച്ചതല്ല, അള്ളാഹിനോട് ചേർത്തി പറയാൻ പറ്റിയ ഒരു കാര്യമല്ല. ഒരു മനുഷ്യന്, ഒരു വാപ്പാക്ക് കുട്ടിണ്ടാകുന്നത് പോലെ, ഒരു ഉമ്മാക്ക് കുട്ടിണ്ടാകുന്നത് പോലെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവിന് മകനുണ്ട് എന്ന് പറയുന്ന വാദം അത് അല്ലാഹുവിന്റെ പദവിക്കോ മഹത്വത്തിനോ ശ്രേഷ്ഠതക്കോ യോജിച്ചതല്ല. ഇന്തഹു ഖൈറൻ ലക്കും, അവസാനിപ്പിക്കണം നിങ്ങൾ ഈ പ്രചാരണം, അതാണ് നിങ്ങൾക്ക് നല്ലത്. മാഫിസ് സമാവാതി വമാഫിൽ അർദ് വകഫാ ബില്ലാഹി വക്കീല, അല്ലാഹുവിന് വക്കീലായി അവൻ തന്നെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അത് അവസാനിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ അഖീദകൾ എന്തെങ്കിലും വിശ്വസിക്കല്ല, എന്ത് വിശ്വസിക്കുമ്പോഴും അതിന് കൃത്യമായ പ്രമാണം വേണം. എത്ര വലിയ ഹോജ വന്നിട്ട് ദീന് പറയുമ്പോഴും ആ ഹോജയോട് നിങ്ങൾ പറയുന്ന ദീനിന്റെ പ്രമാണം എന്താണ് എന്ന് ചോദിക്കണം, അതിന്റെ ആയത്ത് എന്താണ് എന്ന് ചോദിക്കണം, അതിന്റെ ഹദീസ് എന്താണ് എന്ന് ചോദിക്കണം, അതിന്റെ തെളിവെന്താണ് എന്ന് ചോദിക്കണം. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ, അള്ളാന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ആയത്തിലില്ലാത്ത, ഹദീസിലില്ലാത്ത, പ്രമാണങ്ങളില്ലാത്ത മതവുമായി എത്ര വലിയ പുരോഹിതന്മാർ വന്നാലും അവരുടെ കൂടെ നിങ്ങൾ പോകരുതേ എന്ന പാഠമാണ്, സന്ദേശമാണ് ഈസാ അലൈഹി ഇസ്ലാമയെ പറ്റി പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. ഞാൻ ഓതിയത് പരിശുദ്ധ ഖുർആനിൽ 4-ാം അധ്യായം സൂറത്ത് നിസായിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് 171-ാമത്തെ ആയത്താണ്. തൊട്ടടുത്ത സൂറത്തിന്റെ അവസാനവും അല്ലാഹു ഈസാ അലൈഹി ഇസ്ലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. നമുക്കിങ്ങനെ കാണാം, അല്ലാഹു നാളെ പരലോകത്ത് വരുമ്പോ ഈസാ അലൈഹി ഇസ്ലാമയോട് വൈദ് ഖാല അല്ലാഹു, പരലോകത്ത് വെച്ച് അല്ലാഹു ചോദ്യം ചെയ്യുകയാണ്, യാ ഈസ, യാ ഈസ ഇബ്ന മറിയം, ഈസ എന്ന് വിളിച്ചിട്ട് പരലോകത്ത് ഈസാ നബിയെ നിർത്തി അല്ലാഹു ചോദ്യം ചോദിക്കും. എന്താ ചോദ്യം എന്നറിയോ? ഒന്നാമത്തെ ചോദ്യം, അഅൻത ഖുൽത ലിന്നാസി, ഈസ അഅൻത ഖുൽത ലിന്നാസി, ജീവിതകാലത്ത് എപ്പോഴെങ്കിലും താങ്കൾ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അല്ല ചോദിക്കുകയാണ് ഈസാ അലൈഹി ഇസ്ലാമയോട്. പരലോകത്ത് വെച്ച മഹ്ശറിൽ ഈസാ അലൈഹി ഇസ്ലാമയോട് ചോദിക്കാൻ 5-ാം അധ്യായം സൂറത്ത് മാഇദയിൽ 116-ാമത്തെ ആയത്ത്, അഅൻത ഖുൽത ലിന്നാസി, താങ്കളെങ്ങാനും ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നുവോ, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, ഞാനും എന്റെ ഉമ്മയും അള്ളയും കൂടെ ചേർന്നൊരു വിശ്വാസമാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്ക് ട്രിനിറ്റിയാണ് വേണ്ടത്. അള്ളയുണ്ട്, ഞാനുണ്ട്, എന്റെ ഉമ്മയുണ്ട്, ഞങ്ങൾക്കൊക്കെ കഴിവുണ്ട്, ഞങ്ങളെ ആരാധിച്ചോളൂ, ഞങ്ങളോട് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങളെ വിളിച്ചോളൂ, ഞങ്ങളോട് സഹായം തേടിക്കൊള്ളൂ എന്ന് നീയെങ്ങാനും ഏതെങ്കിലും സന്ദർഭത്തിൽ ഈസാ നീ നിന്റെ നാവുകൊണ്ടെങ്ങാനും ജനങ്ങളോട് അങ്ങനെ പറഞ്ഞിരുന്നോ? ഈസാ നബി അലൈഹി ഇസ്ലാമയുടെ മറുപടി, ഖാല, അദ്ദേഹം പറയും, സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ് റബ്ബേ, മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്ഖിൻ, പറയാൻ അവകാശമില്ലാത്തൊരു വാക്ക്, അർഹതല്ലാത്തൊരു വാക്ക് അത് ഞാൻ ഒരിക്കലും പറയുകയില്ല.
ഇൻ കുന്തു ഖുൽതുഹു, ഞാനെങ്ങാനും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖദ് അലിംതഹു, നീ അതറിയുമായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയാൻ എനിക്ക് അവകാശമില്ല. ഞാനെങ്ങാനും അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ ഫഖദ് അലിംതഹു, നാഥ റബ്ബേ, സർവജ്ഞനായ അദൃശ്യമറിയുന്ന എല്ലാം അറിയുന്ന റബ്ബേ, ഞാൻ എന്റെ നാവ് കൊണ്ട് അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ നീ അതറിയുമായിരുന്നു. തഅലമു മാ ഫീ നഫ്സി, തഅലമു മാ ഫീ നഫ്സി, അല്ലാഹുവേ നീ എന്റെ മനസ്സിനകത്തുള്ളത് മുഴുവൻ അറിയുന്നവനാ. തഅലമു മാ ഫീ നഫ്സി വലാ അഅലമു മാ ഫീ നഫ്സി, നിന്റെ നഫ്സിൽ എന്താണ്, നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവേ, അതെനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് മുഴുവൻ, എന്റെ വികാരങ്ങൾ, എന്റെ വിചാരങ്ങൾ, എന്റെ തോന്നലുകൾ, എന്റെ മനസ്സിന്റെ കരുതലുകൾ എല്ലാം അറിയുന്നവൻ നീയാണ്. മാ ഫീ നഫ്സി, എന്റെ മനസ്സ് മുഴുവൻ നിനക്കറിയാം. വലാ അഅലമു മാ ഫീ നഫ്സി, നിന്റെ ഉദ്ദേശങ്ങൾ എനിക്കറിയില്ല. ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, എല്ലാ ദൃശ്യങ്ങളും അറിയുന്ന സർവജ്ഞനാണ് റബ്ബേ എന്നാണ് ഈസാ അലൈഹിസ്സലാം മറുപടി പറയുക. ഈസാ അലൈഹിസ്സലാം പ്രാർത്ഥിക്കപ്പെടുന്ന ഒരു പ്രവാചകൻ, മനുഷ്യർക്ക് പടച്ചോനായി മാറിയ ഒരു പ്രവാചകൻ. സഹോദരങ്ങളെ, സമാനമായ രീതിയിലാണ് റസൂൽ പറഞ്ഞു, യഹൂദ ക്രിസ്ത്യാനികളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അവരുടെ കൂടെ കൂടുന്ന, അവരുടെ ആ ശൈലിയിൽ ഇങ്ങനെ നിങ്ങൾ പോകുന്ന ഒരു കാലം വരും, അങ്ങനെ ഒരു രീതി വരും, അവരെ നിങ്ങൾ പിന്തുടരും. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും വേദക്കാരെ നിങ്ങൾ പിന്തുടരുന്ന ഒരു കാലം വരും. അതന്നെയല്ലേ നമ്മൾ കാണുന്നത്. നബി അള്ളാന്റെ റസൂലിനെ ആൾക്കാർ പറഞ്ഞ് പുകഴ്ത്തി റസൂലിനെ കുറിച്ച് റസൂൽ പറയാത്തത്, അള്ളാന്റെ റസൂലിനെ കുറിച്ച് അല്ല പറയാത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്തത് ഇല്ല എന്ന് റസൂൽ വ്യക്തമാക്കി തന്നത് നമ്മുടെ റസൂലിന്റെ മേൽ ആരോപിക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ പേരിൽ നമ്മൾ ആരോപിക്കുകയാണ്, ആളുകൾ ആരോപിക്കുകയാണ്. റസൂലുള്ളാഹിക്ക് ആ കഴിവുണ്ട്, റസൂലുള്ളാഹിക്ക് ഈ കഴിവുണ്ട്, അള്ളാന്റെ റസൂലേ, നബിതങ്ങളെ എന്നൊക്കെ വിളിച്ചിട്ട് റസൂലിനോട് ആളുകൾ പ്രാർത്ഥിക്കുകയാണ്. ജൂത ക്രൈസ്തവ വേദ വിഭാഗങ്ങൾ അവരുടെ പ്രവാചകനോട് പ്രാർത്ഥിച്ചതുപോലെ ജൂതരെയും ക്രിസ്ത്യാനികളെയും അള്ളാഹുവിന്റെ ശാപം പിടികൂടിയിരിക്കുന്നു. ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വറ, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അള്ളാന്റെ ശാപം ഉണ്ടാവും. റസൂൽ പറയാണ്, എന്താ കാരണം എന്നറിയോ? ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവരുടെ നബിമാരുടെ ഖബറിന്റെ അടുത്ത് പോയിട്ട് സുജൂദ് ചെയ്യുന്നവരായി മാറി. മനുഷ്യരുടെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുക, പ്രവാചകന്റെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുക, മഹാത്മാക്കളുടെ ഖബറിന്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു ജനവിഭാഗമായി ക്രിസ്ത്യാനികളും ജൂതന്മാരുമായി മാറി. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും എന്ന് റസൂൽ പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇത് വിശ്വാസകാര്യങ്ങളിൽ വരുന്ന അപകടങ്ങളെയും അബദ്ധങ്ങളെയും പഠിപ്പിക്കാനാണ് റസൂൽ ഇങ്ങനെ പറയുന്നത്. അവരൊക്കെ ശാപം കിട്ടിയ ആൾക്കാരാണ് എന്ന് മനസ്സിലാക്കാനല്ല. ശാപം കിട്ടിയ എപ്പോഴാണ് ഒരു മനുഷ്യന്? അത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇങ്ങനെ ജീവിക്കുമ്പോൾ ശാപം കിട്ടൂല. വേറെ ഏതെങ്കിലും കമ്മ്യൂണിറ്റി ആയാൽ, ആ സമുദായമായാൽ ഈ ശാപം കിട്ടും, ഈ സമുദായമായാൽ അള്ളാന്റെ ശാപം കിട്ടും. നമ്മളിങ്ങനെ നല്ലൊരു സമുദായമായിട്ട് നമ്മൾ വേറെ ഒരു കൂട്ടാൾക്കാര്, ആ അർത്ഥത്തിലല്ല റസൂൽ പറയുന്നത്. ചെയ്യുന്ന പണിയെ പറ്റിയാണ്. എന്താ പണി, എന്താ പ്രവർത്തനം? സുജൂദ് അള്ളാഹുവിന്റെ മുമ്പിലേ പാടുള്ളൂ. റസൂൽ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, ഭർത്താവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ഭാര്യയോട് അള്ളാഹു ആവശ്യപ്പെടുമായിരുന്നു. അത്ര വലിയ സ്നേഹവും ബഹുമാനവും ആദരവുമാണ് ഭാര്യ ഭർത്താവിനോട് പ്രകടിപ്പിക്കേണ്ടത് എന്ന് പറയാൻ. പക്ഷേ ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അനുവാദമല്ല. ആ പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ് അവർക്ക് ശാപമുണ്ടായത്. അതേ പ്രവർത്തനം അതുപോലെ നബിമാര് പോലും അല്ലാത്തവരോട്, അവർ ജൂത ക്രൈസ്തവർ വേദക്കാർ അവരുടെ പ്രവാചകന്മാരുടെ മുമ്പിലാണ് പോയി സുജൂദ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. നമ്മളോ, കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കാണുന്ന ഖബറിന്റെ അടുത്ത് പോയിട്ടൊക്കെ കെട്ടുയർത്തപ്പെട്ട ഒരു ഖബർ കണ്ടാൽ അതിന്റെ തൊട്ടുമുമ്പിൽ ഒന്ന് പോയി ഒന്ന് വീണാൽ സുജൂദ് ചെയ്താൽ നിർവൃതി അടയുന്ന
ആത്മസായൂജ്യമടയുന്ന വലിയൊരു പുണ്യകർമ്മം ചെയ്തതുപോലെ ഭക്തിയുള്ള മനസ്സായി മാറുന്നവരായി കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് മാറി. ഇത് അബദ്ധമാണ്, ഇത് അന്ധവിശ്വാസമാണ്, ഇത് അപകടമാണ്, ഇത് ശിർക്കാണ്, ഇത് ശാപത്തിന്, അള്ളാഹുവിന്റെ ശാപത്തിനുള്ള വകയാണ് നമ്മൾ ഈ കാട്ടിക്കൂട്ടുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഭയപ്പെടുക, അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ശ്രദ്ധിച്ചും അനുസരിച്ചും പാലിച്ചും ജീവിക്കുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ കുടുംബസമേതം നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുകയും തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകണം. അൽഹംദുലില്ലാഹ്, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ആദരണീയരായ വിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ശക്തിയായി വസിയത്ത് ചെയ്യുകയാണ്. ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുന്ന മറുപടികൾ അതിന്റെ തൊട്ടടുത്ത ആയത്തുകളിൽ കൂടിയുണ്ട്. ഈസാ അലൈഹിസ്സലാം പറയും, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി. എന്നെയോ ഉമ്മയോ ആരാധിക്കാൻ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നു മാത്രമല്ല, മാ ഖുൽതു ലഹും, ഞാൻ അവരോടൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി, എന്താണോ പറയാൻ നീ കൽപ്പിച്ചത് അതല്ലാതെ എന്റെ വക ഞാൻ ഒന്നും ചേർത്തു പറഞ്ഞിട്ടില്ല. ഒരു നബി വന്നിട്ട് നമുക്ക് ദീൻ പഠിപ്പിക്കുക പറഞ്ഞാൽ, ഒരു നബി, ഒരു പ്രവാചകൻ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും നമ്മളോട് പറയൂല. റസൂല് ദീൻ നമുക്ക് പറഞ്ഞു തരിക എന്ന് പറഞ്ഞാൽ എന്താ? ഹദീസിന്റെ ഒക്കെ പ്രാധാന്യം എന്താ? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ പ്രാധാന്യം എന്താ? സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്, സ്വഹീഹ് മുസ്ലിമിലുണ്ട്, മുത്തഫഖുൻ അലൈഹിയാണ്, റസൂല് പറഞ്ഞതാണ് എന്നൊരു സംഗതി ഉറപ്പായി കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എന്താ? അത് അള്ളാഹ് പറഞ്ഞതാണ്. അങ്ങനെയാണ് റസൂൽ നമ്മളോട് പറയുന്നത്. അല്ലാതെ വമാ യൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഖുർആനിലുള്ളത് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത്, ഹദീസുകളും അള്ളാഹ് പറഞ്ഞതാണ്. ദീനായി റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന മുഴുവൻ കാര്യങ്ങളും വഹീ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയൂല. റസൂല് മുഹമ്മദുൻ അബ്ദുള്ള എന്ന രീതിയിലൊന്നും പറയൂല. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് വന്നിട്ട് സ്വന്തം മനസ്സിലിങ്ങനെ തോന്നുന്ന, ചിന്തിക്കുന്ന ഒരാശയം വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൂടെയുള്ളവരോട് എന്താ പറയാ? നമുക്ക് ഒരു മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരു 10 സ്റ്റാഫിനോട് സംസാരിക്കാണ്ട് നമ്മളൊന്നിങ്ങനെ ഇരുന്ന് ആലോചിച്ച് ഒരു പേനയും കടലാസും എടുത്ത് എഴുതി തയ്യാറാക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയണം. നമ്മുടെ മനസ്സിൽ വരുന്ന, നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ ആലോചിക്കുന്ന, നമ്മൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് എഴുതി, അത് നോട്ട് ചെയ്ത്, അതാണ് അവരുടെ മുമ്പിൽ പോയി പ്രസന്റ് ചെയ്യുക. റസൂൽ എന്താണ് നമ്മളോട് പ്രസന്റ് ചെയ്ത്? റസൂൽ ഇരുന്ന് ചിന്തിച്ച്, ആലോചിച്ച്, പഠിച്ച്, മനസ്സിലാക്കി എന്തെങ്കിലും ഒരു പോയിന്റ് അള്ളാഹുവിന്റെ റസൂൽ നമ്മളോട് പറയില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. റസൂല് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന വഹ്യ് അത് ഏറ്റെടുത്തിട്ട് അത് അതുപോലെ നമുക്ക് പറഞ്ഞു തരാം എന്നതാണ് റസൂൽ നിർവഹിച്ച ദൗത്യം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ദൗത്യം അതാണ്. അതാണ് ഈസാ അലൈഹിസ്സലാം പറയുന്നത്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടേ ഇല്ല, ഇല്ലാ മാ അമർതനീ ബിഹി, എന്നോട് നീ എന്താണോ കൽപ്പിച്ചത് അതല്ലാതെ ഞാനൊന്നും അവരോട് പറഞ്ഞിട്ടില്ല. അനിഅ്ബുദുല്ലാഹ റബ്ബി വറബ്ബക്കും വകുൻതു അലൈഹിം ഷഹീദൻ. അല്ലാഹുവേ, നീയാണ് അവരുടെ മേൽ സാക്ഷി, എന്റെ ഉമ്മത്തിന്റെ മേൽ നീയാണ് സാക്ഷി. മാദും തുഫീഹിം, ഞാൻ അവരോടൊപ്പമുള്ള കാലത്തൊക്കെ നീയാണ് അവരുടെ മേൽ സാക്ഷി. ഫലമ്മാ തവഫൈതനി, നീ എന്നെ ഏറ്റെടുത്തത് മുതൽ കുന്ത അൻതർ റഖീബ അലൈഹിം, നീയാണ് അവരുടെ മേൽ നിരീക്ഷകൻ. ഞാൻ പോന്നിട്ട് എന്താ ഉണ്ടായേ? എന്റെ കാലശേഷം ഈസാ അലൈഹിസ്സലാം ഉയർത്തപ്പെട്ടതിന് ശേഷം ആ സമുദായത്തിൽ എന്തൊക്കെ സംഭവിച്ചത് എനിക്കറിയില്ല, നീയാണതിന് സാക്ഷി, നിനക്കാണത് അറിയുക എന്ന് അള്ളാഹിനോട് തിരിച്ചു പറയാണ്. വഅൻത അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, എല്ലാറ്റിനും നീ സാക്ഷിയാണ്. എന്നിട്ട് ഈസാ അലൈഹിസ്സലാം പറയുന്ന ഒരു കാര്യമുണ്ട്. എത്രമാത്രമാണ് പ്രവാചകന്മാർ, നബിമാരെ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. ഒരു നബി അവരുടെ സമുദായത്തോട് വലിയ സ്നേഹമാണ്. നമ്മളടക്കമുള്ള ഉമ്മത്തിനോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലിന് വലിയ ഇഷ്ടവും സ്നേഹവുമാണ്. ഈസാ അലൈഹിസ്സലാം പരലോകത്ത്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു ആവശ്യം വെക്കാണ്. എന്താ ഈസാ അലൈഹിസ്സലാം പറയുന്നത്? ഇൻ തുഅദ്ദിബുഹും, അള്ളാഹുവേ, ഞാൻ പോകുന്നതിന് ശേഷം അവരെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിന്റെ പേരിൽ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ, ഇൻ തുഅദ്ദിബുഹും ഫഇന്നഹും ഇബാദു, നിനക്ക് അതിനുള്ള അവകാശമുണ്ട്, അവർ നിന്റെ അടിമകളാണ്. തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കാം, അള്ളാഹു അത് നിന്റെ തീരുമാനമാണ്, അവർ നിന്റെ അടിമകളാണ്.
വഇൻ തഅഫിർ ലഹും, അല്ലാഹുവേ നീ എങ്ങാനും അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ. ഈസാ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ഉമ്മത്തിനോടുള്ള ഒരു സ്നേഹം അവിടെ പ്രകടിപ്പിക്കാൻ. അല്ലാഹുവേ നീ എങ്ങാനും അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീയാണ് യുക്തിയുള്ളവൻ, നീയാണ് പ്രതാപമുള്ളവൻ, നീയാണ് തീരുമാനമെടുക്കുന്നവൻ. നീ എങ്ങാനും അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ, അവർ വാക്ക് അവിടെ പറഞ്ഞു വെക്കാൻ, ഒരാഗ്രഹം ഈസാ അലൈഹിസ്സലാം അവരോട് പ്രകടിപ്പിക്കാൻ. അവരെ ശിക്ഷിക്കല്ലേ, പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞില്ല. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവരുടെ ഉടമ നീയാണ്, അവരൊക്കെ അടിമകളാണ്, അവർ തെറ്റ് ചെയ്തവരാണ്, അവരതിന് അർഹതപ്പെട്ടവരാണെങ്കിൽ നീ അവരെ ശിക്ഷിക്കും. പക്ഷേ വഇൻ തഅഫിർ ലഹും, ചെയ്ത തെറ്റിന് എന്റെ ഉമ്മത്തിന് നീ പുറത്തു കൊടുക്കുകയാണെങ്കിൽ ഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹു നീ പ്രതാപമുള്ളവനാണ്, യുക്തിജ്ഞനാണ്, എല്ലാ വിവരവും അറിവുള്ളവനാണ്. ശിക്ഷിക്കുന്നതാണോ പുറത്തു കൊടുക്കുന്നതാണോ നല്ലത്? എല്ലാം അറിയുന്നവൻ നീയാണ്. ഞാനതിൽ തീരുമാനം പറയില്ല, ഞാനതിലൊന്നും ആവശ്യപ്പെടുന്നില്ല. ശിക്ഷിക്കുകയാണെങ്കിൽ അതെന്റെ തീരുമാനം, പുറത്തു കൊടുക്കുകയാണെങ്കിൽ അതെന്റെ ആഗ്രഹം എന്ന രീതിയിലാണ് ഈസാ അലൈഹിസ്സലാം പ്രകടിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ദീന് നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു തന്ന ജീവിത പദ്ധതിയാണ്. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പാലിക്കാൻ വേണ്ടി അല്ലാഹു നമുക്ക് തന്നതാണ് ദീൻ എന്ന് പറയുന്നത്. അത് പ്രവാചകന്മാരിലൂടെയാണ് പഠിപ്പിക്കപ്പെട്ടത്. പ്രവാചകന്മാരിൽ വിശ്വസിക്കുമ്പോഴും പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുമ്പോഴൊക്കെ അത് വളരെ കൃത്യമായി പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, തെളിവുകളോടുകൂടെയാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു ബാധ്യത നമുക്കുണ്ട് എന്ന പാഠവും സന്ദേശവുമാണ് ഈസാ അലൈഹിസ്സലാമയും അദ്ദേഹത്തിന്റെ ജനതയും അദ്ദേഹത്തിന്റെ പിൻഗാമികളും അവരുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെടുകയും സൂക്ഷിക്കുകയും ചെയ്യുന്ന സദ്വൃത്തരിൽ, സജ്ജനങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മെ പിരിഞ്ഞുപോയ മാതാപിതാക്കളുടെ, സഹോദരീ സഹോദരന്മാരുടെ, ബന്ധുമിത്രാദികളുടെ കൂടെ പരലോകത്ത് സ്വർഗ്ഗത്തിൽ ഒത്തുചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. തഖ്വയോടുകൂടെ ജീവിക്കാനും ഈമാനോടുകൂടെ മരണപ്പെടാനും മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഷഹാദത്തിന്റെ കലിമത്ത് ഉച്ചരിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും മാതാപിതാക്കളെയും ഇണകളെയും ഉൾപ്പെടുത്തി റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗികളായ സഹോദരീ സഹോദരന്മാർ അള്ളാഹു അവരുടെ എല്ലാം രോഗങ്ങളെ ശിഫിയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു ശരീരത്തിനും മനസ്സിനും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നമ്മുടെ മുഴുവൻ സഹോദരീ സഹോദരന്മാർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا مقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.